അനന്തമായ പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ യാത്രയിൽ നക്ഷത്രങ്ങൾ എന്നും വഴികാട്ടികളാണ്. 27 നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും കൗതുകമുണർത്തുന്നതും സദാ ചലനാത്മകവുമായ ഒരു നക്ഷത്രമാണ് മകയിരം. മൃഗശീർഷം എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ഈ നക്ഷത്രം അന്വേഷണത്തിന്റെ നക്ഷത്രമാണ്. ഒരു മാൻപേടയെ പോലെ സദാ ജാഗരൂകരായ കണ്ണുകളും പുതിയ അറിവുകൾ തേടിയുള്ള പ്രയാണവുമാണ് മകയിരം നക്ഷത്രക്കാരുടെ മുഖമുദ്ര. നക്ഷത്രനാഥനായ ചൊവ്വയുടെ ചൈതന്യവും ചന്ദ്രന്റെ വൈകാരികതയും ഒത്തുചേർന്ന മകയിരം നക്ഷത്രം ഇടവത്തിന്റെയും മിഥുനത്തിന്റെയും സവിശേഷതകൾ പങ്കുവെക്കുന്നു. അതുകൊണ്ട് തന്നെ ഭൗതികമായ നേട്ടങ്ങളും ഭൗതികമായ വളർച്ചയും ഒരുപോലെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. 2026 ഏപ്രിൽ മാസം മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിഷുവിന്റെ മാസമാണ്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും കണി കണ്ടുണരുന്ന ഈ മാസം മകയിരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പരിവർത്തനങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് നാം ഗൗരവമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനിശ്ചിതത്വങ്ങൾക്കും മാനസികമായ സംഘർഷങ്ങൾക്കും ഒരു വിരാമമിടാൻ ഈ ഏപ്രിൽ മാസത്തിന് സാധിക്കുമോ? എന്റെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം എന്ന് ലഭിക്കും എന്ന നിങ്ങളുടെ നിരന്തരമായ ചോദ്യത്തിന് ഈ മാസം നൽകുന്ന ഉത്തരം എന്താണ്? സാമ്പത്തിക ഭദ്രത തേടിയുള്ള നിങ്ങളുടെ യാത്രയിൽ പുതിയൊരു വഴിത്തിരിവ് ഈ മാസം ഉണ്ടാകുമോ? ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും പുതിയൊരു ഊഷ്മളത പ്രതീക്ഷിക്കാമോ? എന്നിങ്ങനെ സാധാരണക്കാരായ ഏതൊരു മകയിരം നക്ഷത്രക്കാരന്റെയും മനസ്സിലുയരുന്ന സംശയങ്ങൾക്ക് ആധികാരികമായ മറുപടിയാണ് ഈ വീഡിയോ. 2026 ഏപ്രിൽ മാസം പ്രകൃതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ നിങ്ങളുടെ തൊഴിൽ രംഗത്തും വലിയ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. മകയിരം നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ കഴിവുകൾ പുറത്തെടുക്കാനും സമൂഹത്തിൽ സ്വന്തമായ ഒരു ഇടം കണ്ടെത്താനും അനുയോജ്യമായ സമയമാണിത്. എന്നാൽ ആവേശം കൂടുമ്പോൾ അബദ്ധം സംഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ ഏതൊക്കെ മേഖലകളിൽ നിങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം, ഏതൊക്കെ അവസരങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കണമെന്നത് ഈ മാസഫലത്തിലൂടെ നമുക്ക് വ്യക്തമാക്കാം. ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളെക്കുറിച്ചുള്ള സങ്കീർണമായ വിവരണങ്ങളെക്കാൾ നിങ്ങളുടെ നിത്യജീവിതത്തെ സ്വാധീനിക്കുന്ന പ്രായോഗികമായ കാര്യങ്ങൾക്കാണ് ഇവിടെ മുൻഗണന നൽകുന്നത്. ആത്മീയതയും ഭൗതികതയും എങ്ങനെ തുലനാവസ്ഥയിൽ കൊണ്ടുപോകാമെന്നും മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് എങ്ങനെ വിജയത്തിലേക്ക് കുതിക്കാമെന്നും ഈ വിവരണം നിങ്ങളെ പഠിപ്പിക്കും. വിശ്വസനീയമായ ജ്യോതിഷ തത്വങ്ങളെയും കാലഘട്ടത്തിന്റെ പ്രത്യേകതകളെയും അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഈ മാസഫലം മകയിരം നക്ഷത്രക്കാരായ ഓരോ വ്യക്തിക്കും തങ്ങളുടെ ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഒരു ഉത്തമ വഴികാട്ടിയായിരിക്കും. പുതുവർഷത്തിന്റെ ആദ്യപാദം പിന്നിടുമ്പോൾ വിഷുക്കണിയുടെ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ പടരുന്നുവെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. മകയിരം നക്ഷത്രക്കാരുടെ കരിയർ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം, ആത്മീയത എന്നീ 5 പ്രധാന മേഖലകളെ അടിസ്ഥാനമാക്കി 2026 ഏപ്രിൽ മാസം നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. 2026 ഏപ്രിൽ മാസത്തിൽ മകയിരം നക്ഷത്രക്കാരുടെ സാമ്പത്തിക നില സമ്മിശ്രമായിരിക്കും. മാസത്തിന്റെ ആദ്യ പകുതിയിൽ അപ്രതീക്ഷിത ചെലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വരുമാന സ്രോതസ്സുകൾ നിലയ്ക്കില്ലെങ്കിലും കയ്യിൽ പണം തങ്ങാൻ പ്രയാസമായിരിക്കും. വീടറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങൾക്കോ വേണ്ടി പണം ചെലവാക്കേണ്ടി വരും. എന്നാൽ മാസത്തിന്റെ 2ാം പകുതിയോടെ, അതായത് വിഷുവിനോടനുബന്ധിച്ചുള്ള സമയത്ത് സാമ്പത്തികമായി പുതിയ വഴികൾ തുറക്കപ്പെടും. മുൻപ് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം കൊയ്യാൻ സാധിക്കും. സ്വർണം, ഭൂമി എന്നിവയിൽ നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് അനുകൂലമായ സമയമാണ്. എന്നാൽ ഓഹരി വിപണിയിൽ വലിയ റിസ്കുകൾ എടുക്കുന്നത് ഈ മാസം ഒഴിവാക്കുന്നതാണ് ഉചിതം. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കുന്നത് വലിയ ആശ്വാസമാകും. പുതിയ വായ്പകൾക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും തിരിച്ചടവ് ശേഷി കൃത്യമായി വിലയിരുത്തണം. സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വേണ്ടി ജാമ്യം നിൽക്കുന്നതും വലിയ തുകകൾ കടം കൊടുക്കുന്നതും ഈ മാസം ഒഴിവാക്കുക. അത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ ദോഷകരമായി ബാധിച്ചേക്കാം. തൊഴിൽ രംഗത്ത് മകയിരം നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളിൽ നിന്ന് അഭിനന്ദനങ്ങൾ ലഭിക്കും. എങ്കിലും സഹപ്രവർത്തകരിൽ നിന്നുള്ള മത്സരബുദ്ധി മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാം. ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിന്റെ 3ാം വാരത്തിന് ശേഷം നല്ല അവസരങ്ങൾ തേടിവരും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് വിപുലീകരണത്തിന്റെ മാസമാണ്. പുതിയ പങ്കാളിത്തങ്ങൾ ലാഭകരമാകും. പ്രത്യേകിച്ച് നിർമ്മാണ മേഖല, ഭക്ഷ്യവസ്തുക്കൾ, ഇലക്ട്രോണിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം. വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങും. കല, സാംസ്കാരികം, എഴുത്ത് എന്നീ മേഖലകളിലുള്ളവർക്ക് പുതിയ അവസരങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്ന മാസമായിരിക്കും ഇത്. നിങ്ങളുടെ കഴിവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ അവസരം ലഭിക്കും. കുടുംബജീവിതത്തിൽ മകയിരം നക്ഷത്രക്കാർക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന മാസമാണിത്. ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങളും തർക്കങ്ങളും ഈ മാസം അവസാനിക്കും. പരസ്പര വിശ്വാസം വർദ്ധിക്കും. പങ്കാളിയുടെ പേരിൽ സ്വത്ത് വാങ്ങാനോ നിക്ഷേപങ്ങൾ നടത്താനോ സാധ്യതയുണ്ട്. മാസത്തിന്റെ മധ്യത്തോടെ പങ്കാളിയോടൊപ്പം യാത്രകൾ പോകാൻ അവസരമുണ്ടാകും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഉണ്ടായിരുന്ന ആശങ്കകൾക്ക് പരിഹാരമാകും. കുട്ടികളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ സാധിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം.
അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നത് കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരും. പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഒത്തുതീർപ്പിലെത്താൻ സാധ്യതയുണ്ട്. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ അടുത്തു വരാനും കുടുംബ സംഗമങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. വിഷു ആഘോഷങ്ങൾ കുടുംബത്തോടൊപ്പം സന്തോഷകരമായി ചിലവഴിക്കാൻ സാധിക്കും. മാനസികമായി വളരെയധികം ഔന്നത്യം പുലർത്തുന്ന ഒരു മാസമായിരിക്കും ഇത്. ദൈവിക കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ക്ഷേത്ര ദർശനങ്ങൾ, തീർത്ഥയാത്രകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. മകയിരം നക്ഷത്രക്കാർക്ക് പൊതുവെയുള്ള ചഞ്ചല മനസ്സ് ശാന്തമാകാൻ ധ്യാനവും പ്രാണായാമവും സഹായിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ വലിയൊരു ആത്മസംതൃപ്തി ഈ മാസം നിങ്ങൾക്ക് ലഭിക്കും. അന്നദാനം പോലുള്ള പുണ്യപ്രവർത്തകളിൽ പങ്കാളികളാകുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. മാസത്തിന്റെ തുടക്കത്തിൽ ചില അനാവശ്യ ആശങ്കകൾ നിങ്ങളെ അലട്ടിയേക്കാം. എന്നാൽ ആത്മീയമായ ചിന്തകൾ ഇതിനെ മറികടക്കാൻ സഹായിക്കും. ഏപ്രിൽ മാസത്തിലെ പ്രകൃതി മാറ്റങ്ങൾ നിങ്ങളുടെ മനസ്സിലും പുതിയ ഉണർവ് നൽകും. ചൊവ്വയുടെ സ്വാധീനമുള്ളതിനാൽ രക്തസമ്മർദ്ദം, ഉദരസംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഉള്ളവർ ശ്രദ്ധിക്കണം. ചൂട് കൂടുന്ന സമയമായതിനാൽ നിർജ്ജലീകരണം സംഭവിക്കാതെ നോക്കണം. ഭക്ഷണക്രമത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുക. അമിതമായ ജോലിഭാരം കാരണം ഉറക്കമില്ലായ്മയോ മാനസിക പിരിമുറുക്കമോ അനുഭവപ്പെട്ടേക്കാം. വിശ്രമത്തിന് സമയം കണ്ടെത്തണം. ദൂരയാത്രകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അമിത വേഗത ഒഴിവാക്കുക. വിദ്യാർത്ഥികൾക്ക് ഈ മാസം കഠിനാധ്വാനത്തിന് ബലം ലഭിക്കുന്ന സമയമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കും. ഏകാഗ്രത വർദ്ധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുയോജ്യമായ സമയമാണിത്. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കും. മകയിരം നക്ഷത്രം സംസാരിക്കാൻ മിടുക്കന്മാരാണ്. എന്നാൽ ഈ മാസം നിങ്ങളുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, പ്രത്യേകിച്ച് ഔദ്യോഗിക ഇടങ്ങളിൽ. വീട് പണിയാനോ സ്ഥലം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം നല്ല തുടക്കം കുറിക്കാൻ സാധിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് തൊഴിൽ രംഗത്ത് വലിയ അംഗീകാരങ്ങൾ ലഭിക്കും. കുടുംബകാര്യങ്ങളിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ അംഗീകരിക്കപ്പെടും. ആഘോഷവേളകളിൽ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ വാങ്ങാൻ സാധ്യതയുണ്ട്. മകയിരം നക്ഷത്രക്കാർ 2026 ഏപ്രിൽ മാസത്തിൽ കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനായി ചില ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ്. മകയിരം ചൊവ്വയുടെ നക്ഷത്രമായതിനാൽ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. സാധുക്കൾക്ക് വസ്ത്രമോ ഭക്ഷണമോ ദാനം ചെയ്യുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. ഈ മാസം ഇളം ചുവപ്പ്, വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും. 2026 ഏപ്രിൽ മാസം മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെയും പക്വതയുടെയും സമയമാണ്. സാമ്പത്തികമായ ചില വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും കഠിനാധ്വാനത്തിലൂടെയും കൃത്യമായ ആസൂത്രണത്തിലൂടെയും അവയെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിലെ സന്തോഷം നിലനിൽക്കുകയും ആത്മീയമായ ഉണർവ് ലഭിക്കുകയും ചെയ്യും. അനാവശ്യ ധൃതി ഒഴിവാക്കി ക്ഷമയോടെ കാര്യങ്ങളെ സമീപിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ സമ്മാനിക്കുമെന്നതിൽ സംശയമില്ല. വിഷുപ്പുലരി പുതിയ പ്രതീക്ഷകളിലേക്കും ഐശ്വര്യത്തിലേക്കും നിങ്ങളെ നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.